ഇന്ന് നമുക്ക് എൻ്റെ വീട് വരെ പോയാലോ? ദേ ഈ ഒരു കുഞ്ഞു ചെരുപ്പില്ലേ, ഇതെൻ്റെ വീട്ടിൽ ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ വാങ്ങിയതാട്ടോ. അപ്പോൾ അതൊന്ന് കൊടുക്കണം, ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഞങ്ങളിന്ന് പോകുന്നത്. അങ്ങനെ ആളെ കൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്നാൽ നമുക്ക് ചെരുപ്പ് സെറ്റാവോ നോക്കാമല്ലേ. ഇഷ്ടപ്പെട്ടോ? പൊന്നു ഇഷ്ടപ്പെട്ടോ നിനക്ക്? കറക്റ്റ് അല്ലേ? അമ്മേ ഇഷ്ടപ്പെട്ടാ? നടക്ക് നോക്കട്ടെ. എന്തായാലും ആൾക്ക് ഷൂ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ആളാ ചെരുപ്പിട്ടിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അപ്പോഴത്തേക്കും ആളുടെ ചേച്ചി ദേ ചാച്ചൻ വാങ്ങിക്കൊടുത്ത് തോക്കായിട്ട് ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും തോക്ക് കിട്ടിയതുകൊണ്ട് അമ്മായിക്ക് ഇത്തിരി പണിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെടിയൊക്കെ അവൾ തന്നെ നനച്ചോളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി ഞങ്ങൾക്ക് ചായയൊക്കെ ആയിട്ട് വന്നേ. ചാച്ചൻ സ്നേഹിയായിട്ടുള്ള മോള് ചാച്ചന് പാപ്പം വായിൽ വെച്ച് കൊടുക്കുന്ന അസുലഭ നിമിഷമായിട്ടേ കാണണേ. ചാച്ചന് പാപ്പം കൊടുത്തേ. അതെ, വന്നവർക്ക് എല്ലാവർക്കും കൊടുക്കണ്ട ആമി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവളെയും കൊണ്ട് എൻ്റെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും ആളിച്ചിരി പിണക്കത്തിലായിരുന്നേ. കാരണം ഇവളെ കൂട്ടാതെ ഇവളുടെ അച്ഛൻ പുറത്തോട്ട് പോയി. അപ്പോൾ ആ ഒരു വിഷമം അമ്മമ്മയുടെ അടുത്ത് പറയുന്ന കേട്ടോ. അത് അച്ഛൻ കൂട്ടാതെ പോയേനാട്ടോ ഈ താടിയിൽ കൈ വെച്ച് കഷ്ടം വെച്ചോണ്ടിരിക്കുന്നേ. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ പുതിയ ഷൂവിൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ആളെപ്പോഴും അച്ഛൻ പോയ ആ കാര്യം തന്നെ കേട്ടോ പറയുന്നത്. പിന്നെ അച്ഛൻ വന്നിട്ടും ആൾ പിണങ്ങി നിൽക്കായിരുന്നു കേട്ടോ. അച്ഛൻ വിളിച്ചിട്ടൊന്നും കൂടെ പോയില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പിണക്കത്തോട് പിണക്കം തന്നെ കേട്ടോ. ഒന്നും തയ്യാൻ പോണില്ല കേട്ടോ. ചൂടുത്തോയോ അയ്യോ. അങ്ങനെ ലാസ്റ്റ് അച്ചാച്ചനും മോളും പിണക്കൊക്കെ മറന്ന് കൈ കൊടുത്ത് പിരിഞ്ഞട്ടോ. ഞങ്ങളും ഞങ്ങളുടെ വീട്ടിൽ പോയേ. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. ബൈ.